وبركاته. بسم الله والحمد لله. الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഈ ഇസ്തിഫായുടെ വേദിയിൽ തികച്ചും ചർച്ച ചെയ്യാൻ അനുയോജ്യമായ വിഷയം മതബോധനയിൽ സോഷ്യൽ മീഡിയയുടെ ഫലപ്രദമായ ഉപയോഗം. ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കാലഘട്ടം സോഷ്യൽ മീഡിയയുടെ സാങ്കേതിക വിപ്ലവത്തിന് മുന്നിൽ വേഗത്തിൽ മുന്നോട്ട് പോകുന്ന കാലമാണ്. സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റവും ശക്തമായ ഇടപെടൽ ഉപകരണമായി മാറിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഓരോ മേഖലയും മറികടക്കുമ്പോൾ ഇസ്ലാമിൻ്റെ ദഅവയുടെയും സവിശേഷ ദൗത്യങ്ങളെയും ഏറെ പരിധികൾ അതുകൊണ്ട് തന്നെ ഏറെ വികസിക്കുകയും വിപുലമാവുകയും ചെയ്യുന്നു. മനുഷ്യനെ ഹിദായത്തിലേക്ക് കൊണ്ടുപോകുക എന്നതും അള്ളാഹുവിൻ്റെ സന്ദേശവും പ്രവാചകൻ്റെ വഴികാട്ടലും മുഴുവൻ ആളുകളിലേക്ക് എത്തിക്കലാണ് ദഅവയുടെ അടിസ്ഥാന ലക്ഷ്യം. പഴയ കാലത്ത് ഇത് ഒതുങ്ങിയ രീതിയിലായിരുന്നു. എന്നാൽ പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തും അതിനുശേഷം എഴുത്തും പ്രഭാഷണങ്ങൾ മുഖേന ദഅവ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു. എന്നാൽ സമൂഹ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ കാലത്തിൻ്റെ അതിരുകൾ കടന്നുപോയി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായി ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം എന്നിവ ഇസ്ലാമിൻ്റെ സന്ദേശം ഏതു ഭാഗത്തേക്കും എത്തിക്കാൻ സഹായിക്കുന്നു. ഒരാളുടെ പ്രഭാഷണം കണ്ടത് വഴി മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുന്നതിന് അനവധി ഉദാഹരണം വർത്തമാനകാലത്തിൽ നാം കാണാൻ സാധിക്കുന്നു. ദഅവ എന്നത് വെറും പ്രബോധനമല്ല, അതൊരു ജീവിത ശൈലിയും അനുസരണമായ നിശ്ചിതമായ ദഅവ പ്രവർത്തനങ്ങൾ മുഖേന ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും കൈവരിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.